തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്നു. ഇനിയാണ് BJP കുതിക്കാൻ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ശരിക്കും ഇനിയാണോ BJP കുതിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ? തീർച്ചയായിട്ടും. കാരണം ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിരുന്നു AIDMK-യും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രാവിഡ പ്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ദ്രാവിഡിയന്മാരുടെ പ്രൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസ്ഥാനങ്ങൾ നിന്നത്. അവർക്കാണെങ്കിൽ കുറേ സിനിമാ താരങ്ങളൊക്കെ വന്നു. നമ്മൾ പറയുകയാണെങ്കിൽ വിജയ് തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തോടൊപ്പം ചേർന്ന് അവർ അധികാരത്തിൽ വരണമെന്നും തമിഴ്നാട്ടിൽ ഇന്ന പ്രത്യേക തരത്തിലൊരു റൂള് വരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടത് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റാണ്, ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. അപ്പോൾ തമിഴ്നാടിനെ ഒരു ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ആയിട്ട് മാറ്റണമെന്നും, ഇവാഞ്ചലിക്കൽസ് എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി, അതുപോലെ അതിനെ തുടർന്ന് ഒരു വലിയ സ്റ്റേറ്റാണ്, സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റേറ്റുകളിലൊന്നാണ് തമിഴ്നാടെന്ന് പറയുകയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ മരിക്കും. നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മണ്ണെണ്ണ ഒഴിച്ച് സൂയിസൈഡ് നേതാക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യും, ഡെയിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അതുപോലെ ഒരു ഭ്രാന്തം പിടിച്ച മാനസികാവസ്ഥയിലുള്ളൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണുവാനേ പറ്റില്ല. ഞാൻ BJP-യിൽ മഹിളാ മോർച്ചയുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് എനിക്കായിരുന്നു തമിഴ്നാടിൻ്റെ ചാർജ്. അപ്പോൾ അവിടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഇത് ഞാൻ അനുഭവിച്ചറിയുന്നത്. അതിപ്പോൾ ഏത് നേതാവാണെങ്കിലും അവർ ആ നേതാവിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടേ കേട്ടിട്ടുള്ളൂ. പക്ഷേ മരിക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചു തുടങ്ങിയത് BJP-യുടെ ഫ്യൂച്ചറിനെ കുറിച്ചല്ലേ. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളൊരു കാര്യം, വിജയ് തന്നെ കുറച്ച് ഡിസൊല്യൂഷൻഡ് ആണെന്ന് പറയണം. അദ്ദേഹത്തിന് ദൈവം ഒന്ന് ഇതിൽ നിർത്തി, ക്രോസ് ചെക്കിൽ നിർത്തി. 107 സീറ്റേ കിട്ടിയുള്ളൂ. 108 എന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ അത് 107 കുറയുമല്ലോ. അപ്പോൾ 107 സീറ്റെന്ന് പറഞ്ഞാൽ അവിടെയില്ല ഇവിടെയില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ആരൊക്കെയാണ് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി. ആദ്യം വന്നത് KC ഗോപാൽ ചരട് വലിച്ചിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ 5 പേര് ഞങ്ങളോടൊപ്പം ഉണ്ട്. എൻ്റെ പ്രിയൻ DMK-യുടെ കൂടെ നിന്ന് 40 വർഷത്തോളമായി അവർ DMK-യുടെ കൂടെ പ്രവർത്തിച്ചു വരുന്നു. അവരെ ഒറ്റിക്കൊടുത്ത് പിന്നിൽ നിന്നും കുത്തിയിട്ടാണ് ഇവരിതിൻ്റെ ഒപ്പം വന്നത് ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ പടിപടിയായിട്ട് കയറി വരും, അല്ലെങ്കിൽ അവിടെ നാമാവശേഷമായി പോകും. എന്നാലും പേപ്പറിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്ന് പറയുന്നുണ്ട് അവരെയും ഇദ്ദേഹത്തിന് ഇത് കൊടുക്കാനായിട്ട്, സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി KC വേണുഗോപാൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. പക്ഷെ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ അവർ വേണ്ടാന്ന് വെച്ചു. CPI-യും CPM-ഉം പുറകിൽ നിന്നാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ള സപ്പോർട്ട് വാഗ്ദാനം ചെയ്തിരിക്കണം. അപ്പോൾ ഇന്ത്യ മുന്നണിയായോ? ഇവിടെ കേരളത്തിൽ അടികൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ആ അതിർത്തി കടന്ന്, തേനി കടന്ന്, കോയമ്പത്തൂർ കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരൊറ്റ മുന്നണിയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? വിജയുടെ സത്യപ്രതിജ്ഞ ഇന്നലെ എന്ത് രസമായിരുന്നല്ലേ. സിനിമയിൽ ഒരു നായകൻ വന്ന് പറയുന്ന പോലെ ഭയങ്കര ജോറായിട്ട് ജോഷിൽ എന്തൊക്കെയോ ബൈഹാർട്ട്. കാരണം അദ്ദേഹം ഈ തിരക്കഥയൊക്കെ ബൈഹാർട്ട് പറഞ്ഞാലോ ഡയലോഗ് ഡെലിവറി കണ്ടുകൊണ്ടിരിക്കാൻ രസമായിട്ട്. കോട്ടൊക്കെ ഇട്ട്, നല്ല വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട്. DMK-യും AIDMK ഒക്കെ പുലർത്തുന്ന ഒരു ദ്രാവിഡ എതിരാണ്. അതിനു മുമ്പ് അദ്ദേഹം മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് വന്നതാണ്. അതിനു മുമ്പ് തന്നെ ഉദയനിധി സ്റ്റാലിൻ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോൾ അവിടുന്ന് കോടതിയുടെ വിധി തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ആ ഡ്രസ്സിൽ മാത്രമേ ഒരു MLA-ക്ക് അസംബ്ലി ഹാളിലേക്ക് കയറിയിരിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിനെ വിലക്കിയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അവസാനം നമ്മുടെ ആർലേക്കർജിയാണ് അവിടുത്തെയും ഗവർണർ. ഒന്ന് തൊട്ടു, എന്തെങ്കിലും തെറ്റിപ്പോയി, മെമ്മറി എന്നല്ലേ പറഞ്ഞേ, ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആ സത്യപ്രതിജ്ഞ അസാധുവാകും. പിന്നെയും നമ്മൾ കോടതിയും അതും ഇതൊക്കെ കയറിപ്പോണ്ട്. അദ്ദേഹം തൊട്ടിട്ട് വന്നു, ഇത്രയും ജോഷ് വേണ്ട, ഇത്രയും ആവേശം വേണ്ട, ഇത്രയും ഉന്മാദം വേണ്ട. ശരിക്കും ഉന്മാദം തന്നെ കറക്റ്റായിട്ടുള്ള വേർഡ്. അദ്ദേഹം ഒരു ഉന്മാദാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ആയി എന്നും പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞത്, എനിക്ക് ആരുടെയും കാശ് വേണ്ട, എൻ്റെ അടുത്ത് കാശുണ്ട്. അത് ഞങ്ങൾ കണ്ടു. ആദ്യം ഓഡിയിൽ വരുന്നു, പിന്നെ ബെൻസിൽ വരുന്നു, ഒരു കാറുകൾ മാറി 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 വന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ, 1999 അദ്ദേഹം വിവാഹിതനായത്. അപ്പോൾ പറയുകയാണെങ്കിൽ 27 വർഷമായി. ഒരാൺകുഞ്ഞും പെൺകുഞ്ഞുണ്ട്. സംഗീത എന്നാണ് പേര്. ആ ഫാമിലി അവിടെ വന്നില്ല. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായ തൃഷ അവിടെയുണ്ട്. തൃഷ അമ്മയെ കെട്ടിപ്പിടിക്കുകയും വിജയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ആ കല്യാണം മുന്നിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കാത്തിരുന്ന പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുടുംബം ബ്രേക്ക് ചെയ്യാണ് അല്ലേ. അവിടെ ചിന്ന വീടൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, എല്ലാവർക്കും ചിന്ന വീടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ BJP-ക്കാണ് ഇതൊരു സുവർണാവസരം തന്നെ പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങിയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോഴാണ് ഇനി പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നത്.
അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകവും AIADMKയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നു എങ്കിലും അവരിപ്പോൾ ഒത്തുചേരാൻ പോവുകയാണ്. അവർ ശരിക്കും പറയുകയാണെങ്കിൽ അധികാരത്തിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഗവൺമെൻറ് ഫോം ചെയ്താലോ എന്ന് പോലും സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വിജയ്ക്ക് വേണ്ടി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കുറേ ചരടുവലികൾ നടക്കുകയും ഒരിക്കലും ചേരാൻ പാടില്ലാത്ത കുറേ പേര് ചേർന്ന് സഖ്യമുണ്ടാവുകയും എപ്പോൾ വേണമെങ്കിലും അതിനെ പുറത്തേക്ക് വലിച്ചിടാം. ബുധനാഴ്ചയാണ് അവർ വച്ചിരിക്കുന്നത്. അവിടുത്തെ അദ്ദേഹത്തിന് മെജോറിറ്റി കാണിക്കാനുള്ള ദിവസമായിട്ട് വെച്ചിരിക്കുന്നത് ബുധനാഴ്ചയാണ്. അതിനിടയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. AIADMK അവരുടെ MLA-മാരെയൊക്കെ കൊണ്ട് പുതുച്ചേരിയിലൊരു റിസോർട്ടിലൊക്കെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. പ്രിയൻ, BJP വിചാരിച്ചാൽ 1000 ദിവസമുണ്ട്. 3 വർഷം എന്ന് പറയുകയാണെങ്കിൽ 1000 ദിവസമുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കും. കാരണം ദ്രാവിഡ പെരുമ അല്ലെങ്കിൽ ദ്രാവിഡന്മാരുടെ ഒരു അഭിമാനം എന്നൊക്കെ പറയുന്നത് ഇനി പറയുന്ന DMKയും AIADMKയും അല്ല, ദ്രാവിഡന്മാരുടെയും ഈ രാജ്യത്തുള്ളവരുടെയും ഹിന്ദുക്കളുടെയും എല്ലാം തന്നെ പ്രൈഡ് എന്ന് പറയുന്നത് BJP ആണ്. അത് കാണിച്ചു കൊടുത്തല്ലോ ബംഗാളിൽ. അതുപോലത്തെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് വിജയ് ഇപ്പോൾ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു സിനിമാ നടന് പറ്റുന്ന കാര്യമല്ല. അത് ഇന്ന് വന്നിരിക്കുന്നു MLA ആയിട്ട് ഓത്തി എടുക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം കോട്ട് സൂട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ CM-ൻ്റെ ഓഫീസിൽ പോയിരിക്കുന്നതും അതേ വേഷത്തിലാണ്. ഒരു മേക്കപ്പ് മാനായിട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ കൂടി ഉണ്ടാവും. ഡ്രസ്സുകൾ മാറി മാറി ഇടാനായിട്ട് ഒക്കെ ആളായിട്ട് പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പുതുമോടി എന്ന് പറയില്ലേ, അത് മാറുമ്പോൾ അദ്ദേഹത്തിന് മടുക്കും. മാത്രമല്ല അദ്ദേഹം ശരിക്കും ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ല. പുറകിൽ നിന്ന് നല്ല വലിയും കുതിൽകാൽ വെട്ടും ഒക്കെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ഈ ഗവൺമെൻറ് പോകാം. BJP സംബന്ധിച്ചോളം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമുള്ളൂ, എല്ലായിടത്താണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്ട്സുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് കൊടുക്കുകയാണ്. കാരണം തമിഴ്നാട്ടിലൊക്കെ കുറേ ഇൻറ്റീരിയർ പ്ലേസസ് ഉണ്ട്, വെർജിൻ ലാൻഡ്സ് എന്ന് പറയാം. ഇതൊക്കെ കണ്ട് ആകൃഷ്ടരായിട്ട് ഇതാണ് ലോകമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു സാരി കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു സാരി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കള്ളൻകുപ്പി. ഞാനങ്ങനെ തുറന്ന് പറയുന്നതിൽ ഇതാക്കരുത് കേട്ടോ. ഒരു സാരി കിട്ടി അവർക്ക് തീരും. ഇപ്പം തന്നെ ആ ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് അമ്മമാരൊക്കെ കിടന്ന് വിലപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിജയ് പറയുന്നുണ്ടായിരുന്നു, ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ തരില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ അവരുടെ മനസ്സിലുള്ളൂ. പക്ഷേ യഥാർത്ഥ വികസനം UP-യിൽ നടന്നത്, ഗുജറാത്തിൽ നടന്നത്, മേഘാലയയിൽ നടന്നത്, നാഗാലാൻഡിൽ നടക്കുന്നത്, ആസാമിൽ നടക്കുന്നത് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവർ BJP-യിലേക്ക് തന്നെ വരും. കാരണം യഥാർത്ഥമായ വികസനവും ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന പരിപാടികളും നടക്കുന്നത് BJP-യിൽ മാത്രമാണ്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതികളില്ല. ഇപ്പോൾ വിജയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സ്റ്റാലിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു അദ്ദേഹം ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതായിട്ട് കൊണ്ട് നടന്നു. എന്തിനാണ് മതം പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസിൻ്റെ തന്നെ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ദ്രവിഡിയന്മാരെന്ന് പറയുന്നത് അല്ലേ. എന്തായാലും അവരായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്, പിന്നല്ലേ ഇവാഞ്ചലിസ്റ്റുകളും മുസ്ലിംസൊക്കെ കയറി വന്നത്. അതായത് ഈ ഇപ്പോൾ പറയുന്ന നിരീക്ഷകരൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രാവിഡ പൊളിറ്റിക്സ് DMK AIADMKയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഷിഫ്റ്റ് ഒരു ദേശീയതയിലേക്ക് ഇല്ലെങ്കിൽ അവനവൻ്റെ സ്വത്വത്തിലേക്കുള്ള ഒരു യാത്ര പെട്ടെന്ന് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വിജയ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതെന്നാണ്. വിജയ് ഒരു ഡമ്മിയാണ്. വിജയ്ക്ക് ശേഷം വരാൻ പോകുന്നത് വലിയ വിജയമാണ് BJP-ക്ക്. അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവിനെ സമയമാകാത്തത് കൊണ്ടാണ് അമിത്ഷാ പിൻവലിച്ചതെന്നും ഏറ്റവും മൂർത്തമായ സാഹചര്യം തമിഴ്നാട്ടിൽ ഒരുങ്ങുമ്പോൾ, അതായത് വിജയുടെ ഭരണത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ BJP-യുടെ കുതിപ്പിൻ്റെ സമയമാവും, ആ സമയത്തേക്ക് അണ്ണാമലൈ തിരികെ എത്തും എന്നും പറയുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ അതോ വെറും കഥകളാണോ? അണ്ണാമലൈ തമ്പിയാണ് എനിക്ക്. അവിടെ എല്ലാവരും അണ്ണാ എന്നാണ് പ്രായഭേദമില്ലാണ്ട് പറയുന്നത്. ഞാൻ തമിഴ്നാടിൻ്റെ പ്രഭാരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, മഹിളാ മോർച്ചയുടെ. അപ്പോൾ ഒരു തവണ ഞാൻ അദ്ദേഹത്തെ 10,000 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിബർ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെടുത്തി, ഇത് വന്ന് പത്മജാക്ക കേരള എന്ന് വന്നിരിക്കും നമ്മുടെ പ്രഭാരി ഒക്കാരങ്ക, ഭയങ്കര തിരക്കാണ്. ഒക്കാരങ്കോ ഇങ്ങോട്ടും സേലിൽ നല്ല മാന്യമായ ഒരു സ്ഥലത്തൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കോയമ്പത്തൂർ ഒരു വലിയ സമരത്ത് മുഖത്താണ് കാണുന്നത്. അതുപോലെ ഒരാൾ കൊണ്ടുപോയിട്ട് பத்மஜா அக்கா தெரியுமே, அக்கா வந்து ஜேர்னலிஸ்ட் அல்ல, அக்கா அண்ணா வந்து சார்ட்டர்ட் அக்கௌண்டன்ட் 2 ஆங்குழந்தி இருக்குது.
ഞാൻ ഇങ്ങനെയായിപ്പോയി. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പത്മജ എറണാകുളം കേരള ഇന്ന് മഹിളാ മോർച്ച പ്രഭാരി. അദ്ദേഹം അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ടത് മനസ്സിൽ വിചാരിക്കുന്നു. അതാണ് നമ്മളൊരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ ചേർത്ത് പിടിക്കുന്നത്. ഒരു മീറ്റിങ്ങിന് തമിഴ്നാട്ടിൽ തന്നെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചു, ഒരു കാര്യകർത്ത ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, അതൊരു ഓൾ തമിഴ്നാട് മീറ്റിംഗ് ആയിരുന്നു. അണ്ണാമലൈ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. അണ്ണാമലൈ ഡിസ്ട്രിക്റ്റോ, അതെന്ത് ഡിസ്ട്രിക്റ്റാ? അപ്പോൾ അല്ല, അണ്ണാമലൈ അണ്ണയൊന്നും അല്ല കേട്ടോ, അവർ നല്ല പ്രായമായ സ്ത്രീയാണ്, എന്നാലും ബഹുമാനത്തിൽ വിളിക്കാമെന്ന്. അവ ഇങ്ങനെ ഇരിക്കുക അന്ത ഡിസ്ട്രിക്റ്റ് എന്താ. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിന് അണ്ണാമലൈ ഡിസ്ട്രിക്റ്റ് എന്ന് തന്നെ അവർ പേര് കൊടുത്തിരുന്നു. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത്ര മാത്രം പതിഞ്ഞു കയറിയൊരു നേതാവ് ഉണ്ടാവില്ല. പ്രിയൻ ഓർക്കുന്നോ, ഒരു സമയം, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, ഒരു വലിയ സമരമുഖത്ത് ആരോ കൊല്ലപ്പെട്ടു. അദ്ദേഹം സ്വയമായിട്ട് പീഡിപ്പിക്കുകയാണ്, ഒരു ചാട്ടവാറ പോലൊരു ഇത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. അവരെ അനുഭവിച്ച വേദന ഞാൻ അനുഭവിക്കുന്നു. പിന്നെ വേറൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാത്തടത്തോളം കാലം ഞാൻ ചെരുപ്പിടില്ല എന്നൊക്കെ. അതൊക്കെയാണ് ആ ദ്രാവിഡ മനസ്സ്. ഞാൻ പറഞ്ഞില്ലേ, നേതാക്കന്മാർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് അവരുടെ വികാരങ്ങൾ അവരങ്ങനെയാണ് പ്രകടിപ്പിക്കുക. അണ്ണാമലയെ പോലൊരു നേതാവിനെ വെയിറ്റിംഗ് ഇൻ ദ വിങ്സ് ആണ്. അദ്ദേഹം തിരിച്ചിങ്ങോട്ടേക്ക് കയറി വരികയാണെങ്കിൽ തമിഴ്നാട് തീപ്പൊരിയാകും, തമിഴ്നാട് പറക്കും. അതിനു വേണ്ടി ഇപ്പം പ്രിയൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ടില്ല. ആ ദ്രാവിഡന്മാരൊന്നും, ദ്രാവിഡ വിശ്വാസം എന്നൊക്കെ പറയുന്ന അവരൊന്ന് മാറി നിൽക്കണമല്ലോ. അവരിപ്പോൾ വിങ്സിലേക്ക് പോയി 5 കൊല്ലം അവർക്ക് ഇനിയിപ്പോൾ അധികാരമില്ല. വിജയാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പയ്യൻ, അദ്ദേഹത്തിന് പുറകിൽ നിന്ന് നയിക്കാനായിട്ട് ബലമുള്ള നേതാക്കളിൽ ഇപ്പോൾ സ്റ്റാലിൻ വരുന്ന സമയത്തും അദ്ദേഹത്തിന് അച്ഛൻ്റെ ഒരു ഇത് പറയാനുണ്ടായിരുന്നു. കരുണാനിധിയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ MGR വന്നപ്പോഴൊക്കെ കൂടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പക്വത വന്ന ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വിജയുടെ കൂടെ, ജോസഫ് വിജയ് എന്നാണ് ഇപ്പോൾ എപ്പോഴും പറയുന്നത് കേട്ടോ, ജോസഫ് വിജയുടെ കൂടെ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടില്ല. വരുമായിരിക്കാം വേറെ പാർട്ടികളിൽ നിന്ന്. ഇത് BJPക്ക് ഒരു വീണ് കിട്ടിയ അവസരം തന്നെയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ അവസരം എന്ന് പറയാൻ പറ്റില്ല, ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് ജോസഫ് വിജയിനെ. അത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും BJP ആയിരിക്കും. അതിനുവേണ്ടി തമിഴ് മനസ്സ് സജ്ജമായി കഴിഞ്ഞു എന്ന് പറയണം. ഒരു 1-2 കൊല്ലം കൊണ്ട് ഇവർക്ക് മനസ്സിലാവും സിനിമ വേറെ, അധികാരം വേറെ എന്ന് മനസ്സിലാവും. അപ്പോൾ വിജയ് പതുക്കെ അദ്ദേഹം തന്നെ ഒതുങ്ങും. അദ്ദേഹം ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. തൃശ്ശയും മൊത്തമുള്ള അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്തുമാത്രം ടെൻസ്ഡ് ആയിട്ടുള്ള ജോബാണ് അല്ലേ. മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു ഡിസിഷനിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം കിടക്കുന്നത്. സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് അട്ടഹസിക്കുന്ന പോലെയും നമ്മുടെ മേത്ത് ഒന്നും കൊള്ളാണ്ടാണ് നമ്മൾ അടിസീനിൽ പോലും അഭിനയിക്കുന്നത്. ഇടി സീനിലൊക്കെ നമ്മുടെ മേത്ത് കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂപ്പ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് നമുക്കൊരു ഡ്യൂപ്പിനെ വയ്ക്കാൻ പറ്റുമോ? ഇടികൊള്ളാനും ചീത്ത വാക്കുകൾ കേൾക്കാനും ശാപവചനങ്ങൾ. ഈ തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ അവർ സന്തോഷമായിട്ടും അവരുടെ ദേഷ്യമായിട്ടും പ്രകടിപ്പിക്കുന്ന ഒരു വനിതാ വിഭാഗം ഉണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലാണ്. അത്രമാത്രം അവർ ശാപവചനങ്ങൾ ചൊരിയും. സന്തോഷം വന്നാൽ അവർ അത്രമാത്രം നമ്മളെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJP ഇനി 5 കൊല്ലം എന്ന് പറയുമ്പോൾ, ഇനി നമ്മുടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് 31-ലല്ലേ. ആ 31 പറയുന്ന സമയത്ത് 108 അല്ല കേട്ടോ, 200 സീറ്റിൽ കൂടുതൽ പിടിച്ച്, ഇപ്പോൾ പശ്ചിമ ബംഗാൾ തൂത്തുവാരിയില്ലേ, അതുപോലെ BJP അധികാരത്തിൽ വരും. അതിന് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് അവിടെയുണ്ട്, അതിന് വേണ്ടിയുള്ള അണികൾ അവിടെയുണ്ട്. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതൊരു വെയിറ്റിംഗ് പീരീഡ്. 5 കൊല്ലം തന്നെ നിൽക്കുമെന്ന് അറിയില്ല. പിന്നീട് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ഇലക്ഷനൊക്കെ വന്നു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ 31 നമ്മളുടെ കൊടി അവിടെ പാറിപ്പറന്നിരിക്കും.